ചേട്ടന്റെ ഈ ഇന്റർവ്യൂല് വന്നിരിക്കുമ്പോഴുള്ള ബിഹേവിയറും ആ ഇരുത്തവും അത് നല്ലതല്ലാന്ന് ഞാൻ പറയുന്നു. അപ്പം ചേട്ടൻ എങ്ങനെയാണ് അതിനെ തിരിച്ചെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്? നല്ലതാണെന്ന് പറയുന്നു. അല്ല ചേട്ടാ, താങ്കൾ ഈ ഇന്റർവ്യൂനൊക്കെ വരുമ്പോ ഇതൊക്കെ ഒഫീഷ്യൽ അല്ലേ? നമ്മുടെ ചാനലിലും. നിങ്ങളുടെ ചാനൽ ഒഫീഷ്യലാണോ? ഇതൊക്കെ ഭയങ്കര ഇന്റർവ്യൂ. എന്താ ചാനലിന്റെ പേര്? ഞങ്ങള് കൈരളി. ഓക്കെ, ദാറ്റ്സ് ഒഫീഷ്യൽ ചാനൽ. ദാറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ചാനൽ. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ. നിങ്ങൾ ഒഫീഷ്യൽ ജേർണലിസ്റ്റുകളാണോ? ആണോ? സോ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ഇന്റർവ്യൂ മീ? ദൈവമേ, അല്ല, അങ്ങനെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാനൽസിലും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒഫീഷ്യൽ ആണോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ വന്ന് ഇന്റർവ്യൂന്നൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്നു, കാല് കയറ്റി വെച്ചിരിക്കുന്നു. ഞാൻ ഏത് ഇന്റർവ്യൂല കാല് കയറ്റി വെച്ചിരുന്നത്? ആ ഇന്റർവ്യൂ ആദ്യം എനിക്ക് കാണിച്ചു തരണം. കാലിന്റെ മോൾ കാല് കയറ്റി വെച്ചിട്ടുള്ളതാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇറക്കുന്നത്. കാല് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ എനിക്ക് കാണിച്ചു തന്നോളൂ. യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, നെറ്റൊക്കെ എല്ലാവരും എടുത്തോളൂ. ആരെങ്കിലും ഒന്ന് എടുത്തു വെച്ച് കാണിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ലേസി ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. മൊബൈൽ എടുത്തെറിയണു തന്നെ, തൊപ്പിയൊക്കെ എടുത്ത് ജസ്റ്റ്. ആൾക്കാരുടെ മേത്തേക്ക് കല്ലെടുത്തെറിയുന്നു നമ്മുടെ പോലീസുകാരുടെ മേത്തേക്ക്. അതൊന്നും താൻ തോന്നിച്ചില്ലല്ലോ തരാൻ. അറിഞ്ഞാ നാഗസാസിക്ക് ആറ്റം ബോംബ് എടുത്ത് എറിഞ്ഞ അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ? ഞാൻ എന്റെ സ്വന്തം ഫോൺ ഇങ്ങോട്ട് എറിയുന്നതിനെ പറ്റി എനിക്ക് പ്രശ്നം അല്ലേ? അന്നൊരു ഫോൺ എടുത്ത് ശരിയായിരിക്കും ചിലപ്പോ. ആരുടെ മേത്തേക്കും വീണൊന്നുമില്ലല്ലോ ഈ ഫോൺ. പിടിച്ചോ, ആ ഫോൺ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കണം. അപ്പൊ ഈ ആൾക്കാരെങ്ങനെ അത് എടുക്കും? അങ്ങനെയൊന്നും ആൾക്കാരെ എങ്ങനെ എടുക്കാനാ? ഞാൻ അറിഞ്ഞ ഫോൺ ഞാൻ പോയി എടുക്കും. ഫോൺ എടുക്കുന്ന കേസല്ല. പിന്നെ എന്ത് കേസാ? ഇതൊക്കെ കാണുമ്പോഴേ ആൾക്കാരെങ്ങനെ എടുക്കാനാ? ആൾക്കാരെ എങ്ങനെ എടുത്താലും പ്രോബ്ലം.